Welcome to Wings to Win Education. Macroeconomics in the Inflation and Phillips curve. First of all, inflation. What is inflation? Inflation എന്ന് പറയുന്നത് പൊതുവെ മണി സപ്ലൈ എക്സീഡ്സ് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാം. ഡിമാൻഡിനേക്കാൾ മണി സപ്ലൈ എക്സീഡ്സ് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസിനേക്കാളും മണി സപ്ലൈ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എ സസ്റ്റൈൻഡ് അപ്വേർഡ് ട്രെൻഡ് ഇൻ ദി ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് എന്ന് പറയാം. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ജനറൽ ലെവലുള്ള പ്രൈസസിലുള്ള ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള അപ്വേർഡ് ആണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് ട്രെൻഡിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫ്ലേഷൻ എന്ന് പറയാം. ജനറൽ ലെവൽ ഓഫ് പ്രൈസസ്, ജനറൽ പ്രൈസ് ലെവൽസ് സസ്റ്റൈൻഡ് ആയിട്ട് അപ്വേർഡ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻഫ്ലേഷൻ ആയിട്ട് കണക്കാക്കാം. ഇവിടെ ഇൻഫ്ലേഷൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഒരു ഗുഡിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൂട്ടം ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സിൻ്റെയോ പ്രൈസിൽ വരുന്ന മാറ്റത്തെയല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ഓൺലി 1 or 2 ഗുഡ്സ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അതാണ് ആവറേജ് എല്ലാ എക്കോണമിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവറേജ് പ്രൈസ് ലെവലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും ഇതിൽ ഉൾപ്പെടും. ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടും. അപ്പോൾ പല വിധത്തിലുള്ള എക്കണോമിസ്റ്റുകൾ പല രീതിയിലാണ് ഇൻഫ്ലേഷനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഗാർണർ ആക്ലെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ആക്ലെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻഫ്ലേഷൻ ആസ് എ പെർസിസ്റ്റന്റ് ആൻഡ് അപ്രീഷ്യബിൾ റൈസ് ഇൻ ദി ജനറൽ ലെവൽ ഓഫ് ഓർ ആവറേജ് ഓഫ് പ്രൈസസ്. ആവറേജ് പ്രൈസസിലുള്ള അല്ലെങ്കിൽ ജനറൽ ലെവലിൻ്റെ ആവറേജ് പ്രൈസസിൽ ജനറൽ ലെവലിൽ അല്ലെങ്കിൽ ആവറേജ് പ്രൈസസിൽ വരുന്ന പെർസിസ്റ്റന്റ് ആൻഡ് അപ്രീഷ്യബിൾ റൈസിനെയാണ് എന്ത് പറയുന്നത്, ഗാർണർ ആക്ലെ ഇൻഫ്ലേഷൻ എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ പറയാം, ഇൻഫ്ലേഷൻ ഈസ് എ സ്റ്റേറ്റ് ഓഫ് റൈസിങ് പ്രൈസസ് ബട്ട് നോട്ട് ഹൈ പ്രൈസസ്. ഒരു ഹൈ പ്രൈസിനെയല്ല നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് റൈസിങ് പ്രൈസസിനെയാണ്. പ്രൈസസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രൈസ് ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എ ഫ്യൂ ഗുഡ്സിൻ്റെ പ്രൈസ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എത്തിയാൽ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ കഴിയില്ല, ഇൻഫ്ലേഷനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇതൊരു ഹൈ ട്രെൻഡിനെയാണ് അല്ലെങ്കിൽ എന്താണ്, പെർസിസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലേ? എന്താ ഇത് കൂടിക്കൊണ്ടേയിരിക്കണം. ഒരു ലോങ് ടേമിലായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷനായിട്ട് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് പെട്ടെന്ന് കൂടിയിട്ട് അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിലെത്തുമ്പോൾ അതിനെ നമുക്ക് എന്താക്കാൻ കഴിയില്ല, ഇൻഫ്ലേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഗോയിങ് ഓൺ ആണല്ലേ, പ്രൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്വേർഡ് ട്രെൻഡ് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ റൈസിങ് ലെവലിനെ നമുക്ക് എന്ത് പറയാം, ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ഡീവാല്യൂയിങ് ഓഫ് ദി വർത്ത് ഓഫ് മണിയാണ് സംഭവിക്കുന്നത്. മണിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പർച്ചേസിങ് പവർ, മണിയുടെ പർച്ചേസിങ് പവർ കുറയുകയാണ്. നമ്മൾക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം ഇൻഫ്ലേഷനുള്ള സമയത്ത് അത്രയും വാല്യൂ ഉണ്ടായിരിക്കില്ല. 100 രൂപയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇൻഫ്ലേഷൻ നിലനിന്നാൽ എന്ത് സംഭവിക്കും, വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ആ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ. എ യൂണിറ്റ് ഓഫ് മണി നൗ ബൈ ലെസ്. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഒരു യൂണിറ്റ് ഓഫ് മണി കൊണ്ട് വളരെ ലെസ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്താണ്, ജനങ്ങൾ കറൻസി ഡിവാല്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ സാധന സേവനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പ് വാങ്ങിയിരുന്ന പോലെ അതേ റേറ്റിൽ അതേ തുകക്ക് വാങ്ങാൻ കഴിയില്ല. അവരുടെ ഇൻകം വെച്ചിട്ട് അവർ പർച്ചേസ് ചെയ്തിരുന്ന അതേ എമൗണ്ട് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കാരണം മണി കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് അവർക്ക് വരും. നെക്സ്റ്റ് വണ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിഫോം അല്ല. അതായത് എല്ലാ ഇൻഫ്ലേഷൻസും എന്തല്ല, ഒരുപോലെയല്ല. പല സമയത്തും ഈ ഇൻഫ്ലേഷന് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇറ്റ് ഈസ് വൈസ് ടു ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ അവിടെ നിലനിൽക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സിൻ്റെ കാരണം കൊണ്ടാവാം, വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ടാവാം എന്തുണ്ടാവുന്നത്, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഫ്ലേഷനെയും ഒരുപോലെ
അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലേഷനും ഒരേ ഇഫക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻഫ്ലേഷൻ്റെ ഇൻറ്റൻസിറ്റിയിൽ എന്തുണ്ടാവാം, മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈംസിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിന് എന്താവും ഡിഫറെൻ്റ് രീതിയിലുള്ള ഇൻറ്റൻസിറ്റിയാണ് ഇരിക്കുക. ഇൻഫ്ലേഷൻ എല്ലായ്പ്പോഴും ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് ഒരുപോലെയല്ല, പലരെയും പല രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഇൻഫ്ലേഷനും പല രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷൻ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെയിൻലി ഇൻഫ്ലേഷനെ 2 ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് കോസസ്. ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കാരണം വെച്ചിട്ടാണ്, ഒരു കാരണം കൊണ്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അതിനാണ് ഓൺ ദി ബേസ് ഓഫ് കോസസ് എന്ന് പറയുന്നത്. കോസിൻ്റെ ബേസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷനാണ് ഓൺ ദി ബേസ് ഓഫ് കോസസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ ഓൺ ദി ബേസ് ഓഫ് കോസസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് സ്പീഡ് ഓർ ഇൻറ്റൻസിറ്റി. ഇൻഫ്ലേഷൻ്റെ സ്പീഡിനെയും ഇൻറ്റൻസിറ്റിയെയും ആധാരമാക്കിയാണ് ഓൺ ദി ബേസ് ഓഫ് സ്പീഡിനെയും ഇൻറ്റൻസിറ്റിയെയും ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇൻഫ്ലേഷൻ്റെ ടൈപ്പിനെ ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോന്നിൻ്റെയും കീഴിൽ എന്തെല്ലാം ടൈപ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. ഓൺ ദി ബേസ് ഓഫ് കോസസും ഓൺ ദി ബേസ് ഓഫ് സ്പീഡ് ഓർ ഇൻറ്റൻസിറ്റി. ഓൺ ദി ബേസിസ് ഓഫ് കോസസ്, കോസസിൻ്റെ അടിസ്ഥാനത്തിൽ കോസസ് ബേസ് ആയിട്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൺ ദി ബേസ് ഓഫ് കോസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അണ്ടറിൽ ചില ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കറൻസി ഇൻഫ്ലേഷൻ. ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കറൻസി അല്ല, പ്രിൻറ്റിങ് ഓഫ് കറൻസീസ്. ഒരു നാഷനിൽ, ഒരു ഇക്കോണമിയിൽ കറൻസി കൂടുതലായിട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് കറൻസി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻറ്റിങ് ഓഫ് കറൻസി നോട്ട്സ് അമിതമായാൽ അല്ലെങ്കിൽ ആ കറൻസി ആ ഒരു എക്കോണമിക്ക് ആവശ്യത്തേക്കാൾ കൂടുതലായിട്ടുള്ള കറൻസി നോട്ട്സാണ് ആ ഒരു ഇക്കോണമി പ്രിൻ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് കറൻസി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്രെഡിറ്റ് ഇൻഫ്ലേഷൻ. ക്രെഡിറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇവരെല്ലാം പബ്ലിക്കിന് ഒരുപാട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ലോൺസും അഡ്വാൻസസും കൊടുക്കുമ്പോൾ ഇക്കോണമിയിലെ പ്രൈസ് ലെവലിനെ അത് അഫക്റ്റ് ചെയ്യും. ഇങ്ങനെ കൂടുതലായിട്ട് ലോൺസും അഡ്വാൻസസും പ്രൊവൈഡ് ചെയ്താൽ ഇക്കോണമിയിലെ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. Then third one is deficit induced inflation. Deficit induced inflation. Deficit അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് ഡെഫിസിറ്റ് ആവാം, അതുപോലെ തന്നെ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആവാം അല്ലേ. ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റവന്യൂ. എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥയാണ് ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബജറ്റ് ഡെഫിസിറ്റ് സംഭവിക്കുമ്പോൾ എക്സ്പെൻഡിച്ചറും റവന്യൂവും തമ്മിൽ അവിടെ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് അല്ലേ. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, അഡീഷണൽ കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിനോട് ആവശ്യപ്പെടും. ഇങ്ങനെ ബജറ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബജറ്റ് ഗ്യാപ്പിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അഡീഷണൽ കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രൈസ് റൈസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് ഡെഫിസിറ്റിൻ്റെ ഗ്യാപ്പ് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കറൻസി ഇൻഫ്ലേഷനും ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷനിൽ ഒരു പ്രത്യേക കോഴ്സ് ഉണ്ട് അല്ലേ. ബജറ്റ് ഡെഫിസിറ്റ് മറികടക്കുക അല്ലെങ്കിൽ ആ ഒരു ബജറ്റ് ഗ്യാപ്പ് മറികടക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കറൻസി ഇൻഫ്ലേഷൻ വരുന്നത് ഇത്തരത്തിലുള്ള മോട്ടീവ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാണ്, മറ്റു മോട്ടീവ്സിൻ്റെ കാര്യത്തിൽ മറ്റു മോട്ടീവ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒക്കെ എന്ത് ചെയ്യാണ്, കറൻസി അമിതമായിട്ട് പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കറൻസി ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ കറൻസി ഇൻഫ്ലേഷൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷനിൽ ഡെഫിസിറ്റ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കറൻസി പ്രിൻ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്.
ഡിമാൻഡ്ഫുൾ ഇൻഫ്ലേഷൻ എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഒരു ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് ഡിമാൻഡ്ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിമാൻഡ്ഫുൾ ഇൻഫ്ലേഷന് ഷോർട്ടായിട്ട് DPI, ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ, അതിന് ഷോർട്ടായിട്ട് DPI എന്ന് പറയുന്നുണ്ട്. ഡിമാൻഡ്ഫുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ സപ്ലൈനേക്കാൾ കൂടുതലായിട്ട് അഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ്. സപ്ലൈക്ക് മുകളിലായിട്ട്, ഔട്ട്പുട്ടിന് മുകളിലായിട്ട് അഗ്രഗേറ്റ് ഡിമാൻഡ് നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. ക്ലാസിക്കൽ ഇക്കണോമിക്സുകൾ പറയുന്നത് സപ്ലൈ ഓഫ് മണി, ഒരു ഇക്കോണമിയിലെ സപ്ലൈ ഓഫ് മണി എക്സീഡ്സ് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ്. DPI എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസിനേക്കാൾ കൂടുതലായിട്ട്, ഒരു ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനേക്കാൾ കൂടുതലായിട്ട് സപ്ലൈ ഓഫ് മണി എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ്, സപ്ലൈ ഓഫ് മണി ഉണ്ടാകുമ്പോഴാണ്, സപ്ലൈ ഓഫ് മണി സംഭവിക്കുമ്പോഴാണ് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റ് പറയുന്നത്. അതിനർത്ഥം കോൾബേൺ പറയുന്നത് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്, അതായത് ഒരുപാട് മണി കൊണ്ട് നമുക്ക് കുറഞ്ഞ വളരെ തുച്ഛമായ സാധനങ്ങളെ വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കോൾബേണിൻ്റെ അഭിപ്രായത്തിൽ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷനെ നിർവചിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ക്ലാസിക്കൽ എക്കണോമിക്സുകൾ പറയുന്നത് സപ്ലൈ ഓഫ് മണി അല്ലെ, മോണിറ്ററി ഫാക്ടേഴ്സിൻ്റെ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്നാൽ കെയ്നീഷ്യൻസ് പറയുന്നത് ഓട്ടോണമസ് ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, സ്പെൻഡിങ്, കൺസംഷന് അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സ് കട്ട്, എക്സ്പോർട്ട് ഇൻക്രീസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട്, അതായത് മണി സപ്ലൈ അല്ലാത്ത, മണി ഫാക്ടേഴ്സ് അല്ലാത്ത നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആയിട്ടുള്ള കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്സ്, ഇതിലൊക്കെയുള്ള ഇൻക്രീസിനെയാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ഇതിനൊക്കെയുള്ള ഇൻക്രീസിൻ്റെ കാരണം കൊണ്ടാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. C+I+D+X-M എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിലുള്ള ചേഞ്ചസ് കൊണ്ടാണ്, അതിലുള്ള ഇൻക്രീസ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കെയ്നീഷ്യൻസിൻ്റെ വാദം. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുക, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ മോണിറ്ററി ഫാക്ടേഴ്സും നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടും സംഭവിക്കുന്നുണ്ട്. ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നത് മോണിറ്ററി ഫാക്ടേഴ്സ് കാരണമാണ്, അല്ലെങ്കിൽ മണി സപ്ലൈയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് കൊണ്ടാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ക്ലാസിക്കലിസ്റ്റിൻ്റെ അഭിപ്രായം. എന്നാൽ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മണി സപ്ലൈയിൽ മാറ്റം വരാതെ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്, ഇതുപോലുള്ള ഘടകങ്ങളിൽ, ഇതുപോലുള്ള നോൺ മോണിറ്ററി ഫാക്ടേഴ്സിൽ മാറ്റം വരുന്നത് കൊണ്ടാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കെയ്നീഷ്യൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതെല്ലാം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിട്ട് വെക്കണം. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് കോസസ് എന്നുള്ളതിൽ ലാസ്റ്റ് ടൈപ്പാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണ്? ഈ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ, ആസ് ഇറ്റ് നെയിം ഇൻഡിക്കേറ്റ്സ്, ഓവറോൾ ഇൻക്രീസ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓവറോൾ ഇൻക്രീസ് സംഭവിക്കുമ്പോഴാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. നമ്മൾ ഡിമാൻഡ് ഇൻഫ്ലേഷന് DPI എന്ന് പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് CPI എന്നാണ് പറയുന്നത്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് CPI എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, വേജസ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന ഇതിൻ്റെയൊക്കെ പ്രൈസസിൽ, റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസസിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ, വേജസ് കൂടിയാൽ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഇത് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും, ആ ഒരു സാധനത്തിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. വേജസ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും. പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ദെർബൈ ഇൻക്രീസ്ഡ് അല്ലേ. അതുവഴി വേജസ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസിൽ ഇൻക്രീസ് വരുത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ, പക്ഷേ ചില സമയത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടാതെ തന്നെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലുള്ള മാറ്റം കൂടാതെ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാതെ തന്നെ എന്ത് സംഭവിക്കാം? പ്രൈസസ് കൂടാം. അതെങ്ങനെയാണ്? പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഫേം എന്ത് ചെയ്യാം? അതിൻ്റെ
പ്രോഡക്ട്സിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാം. അതുകൊണ്ടും എന്ത് സംഭവിക്കാം? ഇൻഫ്ലേഷൻ സംഭവിക്കാം അല്ലേ? അപ്പോൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് ടു രീതിയിലാണ് അല്ലേ? ഏതൊക്കെയാണ്? വേജ് പുഷ് ഇൻഫ്ലേഷൻ, സെക്കൻഡ് വൺ പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ. വേജ് പുഷ് ഇൻഫ്ലേഷനിൽ വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് വേജ് റൈസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, പക്ഷേ എന്ത് സംഭവിക്കും? കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഇൻക്രീസിങ് സംഭവിക്കും. കാരണം എന്താണ്? പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേം അവരുടെ പ്രോഡക്റ്റിന്മേൽ ഹയർ പ്രൈസ് ഈടാക്കും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? വേജ് പുഷ് ഇൻഫ്ലേഷൻ ആൻഡ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ. വേജ് പുഷ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് മൂലമാണ്. പക്ഷേ പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു മാറ്റവും വരാതെ തന്നെ പ്രൈസസിൽ ഇൻക്രീസിങ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഓൺ ദി ബേസ് ഓഫ് കോസിൻ്റെ അണ്ടറിൽ വരുന്ന 5 ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻസ്. ഏതൊക്കെയായിരുന്നു? ക്രെഡിറ്റ് ഇൻഫ്ലേഷൻ, then ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ, ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻഫ്ലേഷൻ പറഞ്ഞു, ഡെഫിസിറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ, ദെൻ നമ്മുടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, കറൻസി ഇൻഫ്ലേഷൻ. ഇതാണ് 5 ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് നോക്കാം. നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് സ്പീഡ് ഓർ ഇൻറ്റൻസിറ്റി. സ്പീഡിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെയും ബേസിൽ വരുന്ന ഇൻഫ്ലേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ. ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സ്പീഡ് സ്ലോ ആൻഡ് സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ, സ്ലോ ആയിട്ടുള്ള ഇൻക്രീസും സ്മോൾ ആയിട്ടുള്ള ഇൻക്രീസുമാണ് ഇൻഫ്ലേഷനിൽ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്പീഡ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. മാത്രമല്ല അതിൻ്റെ തോത്, പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ തോത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എത്രയാണ് ആനുവൽ പ്രൈസ് റൈസ് എന്നുള്ളത് ഒരു ഇക്കണോമിസ്റ്റുകളും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ചില ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷന് 2%-ൻ്റെയും 3%-ൻ്റെയും മിഡിലായിരിക്കും. 2% മുതൽ 3% വരെ ആയിരിക്കും എന്തുണ്ടാവുന്നത്? പ്രൈസ് റൈസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചില ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചിലരാണെങ്കിൽ വളരെ സ്മോൾ ആയിരിക്കും. പക്ഷെ എത്രയാണെന്ന്, ആനുവൽ പ്രൈസ് റൈസ് എത്രയാണെന്ന് ചിലർ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ചില ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് 2%-നും 3%-നും മിഡിലായിരിക്കും പ്രൈസ് റൈസ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രൈസ് റൈസിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇക്കോണമിക് ഡെവലപ്മെന്റിന് യാതൊരു തരത്തിലുള്ള ഹാംഫുള്ളും ഉണ്ടാക്കില്ല. ഇക്കണോമിക് ഡെവലപ്മെന്റ് സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. 2%-ൻ്റെയും 3%-ൻ്റെയും മിഡിലായിട്ടാണ് നമ്മുടെ പ്രൈസ് റൈസ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഹാംഫുൾ ആയിട്ട് ബാധിക്കില്ല. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ടു ബി ഹെൽപ്ഫുൾ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് മാറും. അത് ഹാംഫുൾ ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ഇനി ചില എക്കണോമിക്സുകൾ പറയുന്നത് 3%-ൻ്റെ ബിയോണ്ട് ആയാലും ചെറിയ രീതിയിൽ 3%-നേക്കാൾ കൂടുതൽ ചെറിയ രീതിയിൽ കൂടിയാൽ പോലും അത് ഇക്കോണമിക്ക് ഡേഞ്ചർ ആയിട്ട് വരില്ല എന്നുള്ള വിശ്വാസവും ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്ലോ ആൻഡ് സ്മോൾ ആയിട്ടുള്ള ഇൻക്രീസ് പ്രൈസസിൽ, കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസിൽ സ്ലോ ആൻഡ് സ്മോൾ ആയിട്ടുള്ള ഇൻക്രീസിനെയാണ് എന്ത് പറയുന്നത്? മൈൽഡ് ഓർ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വാക്കിംഗ് ഇൻഫ്ലേഷൻ. നമ്മുടെ ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷനിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു ഇൻക്രീസാണ് വാക്കിംഗ് ഇൻഫ്ലേഷനിൽ കാണുന്നത്. അതായത് പ്രൈസ് റൈസ്, ആനുവൽ പ്രൈസ് റൈസ് 3%-നും 4%-നും മിഡിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരികയാണെങ്കിൽ അതാണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മൈൽഡ് ഇൻഫ്ലേഷനിൽ നിന്നും അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു ഇൻക്രീസിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ 2 ടൈപ്സിനെയും, അതായത് ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷനെയും വാക്കിംഗ് ഇൻഫ്ലേഷനെയും ഒരുമിച്ച് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്.
മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഇതെന്തല്ല, ഇക്കോണമിയിൽ കൺട്രിയുടെ മോണിറ്ററി സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം മോഡറേറ്റ് ഇൻഫ്ലേഷൻ ആണ് ഇക്കോണമിയിൽ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പീപ്പിളിൻ്റെ ഫെയ്ത്ത്, ഇക്കോണമിക്ക് മേലുള്ള പീപ്പിളിൻ്റെ ഫെയ്ത്ത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്താണ്, ഇക്കോണമിക്ക് ഹാംഫുൾ ആയിട്ടും വരുന്നില്ല. മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ ആൻഡ് വാക്കിംഗ് ഇൻഫ്ലേഷൻ, ഇത് രണ്ടും കൂടിയതാണ് എന്ത് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മോഡറേറ്റ് ഇൻഫ്ലേഷന് അല്ലെങ്കിൽ നമ്മുടെ 1 ഡിജിറ്റിലുള്ള 1 to 9 വരെ ഉള്ള പെർസെൻറ്റേജിനെ മോഡറേറ്റ് ഇൻഫ്ലേഷൻ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ ലെവലിലാണ് ഇക്കോണമി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, പീപ്പിൾസിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്താൻ കഴിയും. പക്ഷേ മോഡറേറ്റ് ഇൻഫ്ലേഷന് മുകളിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇക്കോണമി താളം തെറ്റുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്കും ഇക്കോണമിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട്, അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇക്കോണമിക്ക് വലിയ രീതിയിലുള്ള ഹാംഫുൾ ഒന്നും വരുത്തുന്നില്ല. മോഡറേറ്റ് ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മോഡറേറ്റ് ഇൻഫ്ലേഷൻ അപ്പുറത്തേക്ക് ഇക്കോണമി മൂവ് ചെയ്യുമ്പോഴാണ് ഇക്കോണമിക്ക് അത് ഹാംഫുൾ ആയിട്ട് മാറുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഗലോപ്പിംഗ് ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഗലോപ്പിംഗ് ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞു ആദ്യം എന്തായിരുന്നു, മൈൽഡ് ഓർ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ആയിരുന്നു അല്ലേ. അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ എന്തായിട്ട് മാറും, വാക്കിംഗ് ഇൻഫ്ലേഷൻ ആയിട്ട് മാറും. പക്ഷേ ഇത് രണ്ടും കൂടെ അറിയപ്പെടുന്നതാണ്, നമ്മുടെ ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷനും വാക്കിംഗ് ഇൻഫ്ലേഷനും കൂടെ അറിയപ്പെടുന്നതാണ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. ഈ മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്തായിരുന്നില്ല, ഡേഞ്ചറസ് ആയിരുന്നില്ല. മാത്രമല്ല അത് ഹാംഫുൾ അല്ല എന്ന് മാത്രമല്ല, അത് ഇക്കോണമിയെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വാക്കിംഗ് ഇൻഫ്ലേഷനെ കൺട്രോൾ ആവാതെ വന്നാൽ അത് എന്തായിട്ട് മാറും, റണ്ണിങ് ഇൻഫ്ലേഷൻ ആയിട്ട് മാറും. വാക്കിംഗ് ഇൻഫ്ലേഷൻ അണ്ടർ ദി കൺട്രോളിൽ വരാതിരിക്കുമ്പോൾ അത് റണ്ണിങ് ഇൻഫ്ലേഷൻ ആയിട്ട് മാറും. ഈ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്താണ്, ഡേഞ്ചറസ് ആണ്. ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് നമ്മുടെ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. അതെന്താണ്, 10% മുകളിലായിരിക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വരുന്നത്. ആനുവൽ ഇൻക്രീസ് ഇൻ പ്രൈസസ് എന്താവും, മോർ ദാൻ 10% ആയിരിക്കും. അതെന്താണ്, ഇക്കോണമിയെ സംബന്ധിച്ച് ഡേഞ്ചറസ് ആണ്. ഇനി ഈ റണ്ണിങ് ഇൻഫ്ലേഷനും കൺട്രോൾ ചെയ്യാതെ വരുമ്പോൾ, നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരുമ്പോൾ, ഇക്കോണമിയുടെ കൺട്രോളിൽ നിൽക്കാതെ വരുമ്പോൾ അതെന്തായിട്ട് മാറും, ഗലോപ്പിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആയിട്ട് മാറും. റണ്ണിങ് ഇൻഫ്ലേഷൻ അണ്ടർ ദി കൺട്രോളിൽ അല്ലാതെ വരുമ്പോൾ ഗലോപ്പിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആയിട്ട് വരും. ഈ ഗലോപ്പിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഫ്ലേഷൻ്റെ ഒരു അവസ്ഥയാണ് ഗലോപ്പിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഹാംഫുൾ ആയിട്ട്, അത്രയും ഡേഞ്ചറസ് ആയിട്ട് തന്നെ ഇക്കോണമിയെ അത് ബാധിക്കും. അതിൻ്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഡിജിറ്റ് ആവാം, ഡബിൾ ഡിജിറ്റ് ആവാം, 20%, 100%, 200%, ഇത്തരത്തിലുള്ള വലിയൊരു ഇൻക്രീസ് ആണ് പ്രൈസസിൽ ഉണ്ടായിരിക്കുക. ഇതിനെയാണ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് മസ്റ്റായിട്ടും എന്ത് ചെയ്യേണ്ടതാണ്, കൺട്രോളിൽ കൊണ്ടുവരേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഇക്കോണമിയെ വളരെ ഡേഞ്ചറസ് ആയിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻസ് ആണ് എന്ത്, റണ്ണിങ് ഇൻഫ്ലേഷനും ഗലോപ്പിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷനും. മൈൽഡ് ഓർ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ത് സംഭവിക്കുന്നില്ല, ഇക്കോണമിക്ക് വലിയ ഹാംഫുൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് വരുത്തുന്നില്ല. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെയും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെയും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഗ്രാഫിക്കലി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അല്ലേ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ DPI എന്നുള്ളതാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ക്ലാസിക്കൽസിൻ്റെ വ്യൂവിലും കെയ്നീഷ്യൻ്റെ വ്യൂവിലും അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ പ്രകാരം എന്താണ്, മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം കെയ്നീഷ്യൻസ് പറയുന്നത് മോണിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടല്ല ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്, മോണിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടല്ല ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കെയ്നീഷ്യൻസിൻ്റെ വാദം. ക്ലാസിക്കലിസ്റ്റ് അല്ലെങ്കിൽ മോണിറ്ററിസ്റ്റുകൾ പറയുന്നത് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ എന്തിലേക്ക് നയിക്കും, മണി സപ്ലൈയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റിലേക്ക് നയിക്കും. ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ലീഡ്സ് ടു എ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ നെഗറ്റീവ് സ്ലോപ്പിംഗ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നത്. ക്ലാസിക്കലിസ്റ്റുകളും മോണിറ്ററിസ്റ്റുകളും പറയുന്നത്. ക്ലാസിക്കലിസ്റ്റുകളുടെയും മോണിറ്ററിസ്റ്റുകളുടെയും അഭിപ്രായത്തിൽ മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് എന്ത് തീരുമാനിക്കുന്നത്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ
തീരുമാനിക്കുന്നത്. ഇവിടെ ക്ലാസിക്കലിസ്റ്റുകളുടെ എന്തായിരിക്കും? ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മണി സപ്ലൈയിൽ ഉണ്ടാവുന്ന ഏതൊരു ചേഞ്ചസും അതിന് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് പ്രൈസ് ലെവലിൽ ഉണ്ടാക്കും. മണി സപ്ലൈയിൽ 1% ചേഞ്ച് ഉണ്ടായാൽ അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഇവിടെ ഉണ്ടാക്കും? പ്രൈസ് ലെവലിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് മോണിറ്ററിസ്റ്റുകളുടെയും ക്ലാസിക്കലിസ്റ്റുകളുടെയും അഭിപ്രായം. മോണിറ്ററിസ്റ്റുകൾ പറയുന്നുണ്ട് ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവരിവെയർ എ മോണിറ്ററി ഫിനോമിനൻ. ഒരു സമയത്ത് പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവരിവെയർ എ മോണിറ്ററി ഫിനോമിനൻ. ഇത് ആരുടെ അഭിപ്രായത്തിലാണ്? അവിടെ മോണിറ്ററിസ്റ്റുകളുണ്ട്, ക്ലാസിക്കലിസ്റ്റുകളുണ്ട്, കെയ്നീഷ്യൻസ് ഉണ്ട്, ന്യൂ കെയ്നീഷ്യൻസ് ഉണ്ട്. ഏതാണ്? മോണിറ്ററിസ്റ്റുകളാണ് അല്ലേ. മോണിറ്ററിസ്റ്റുകൾ എന്താ പറയുന്നത്? ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവരിവെയർ എ മോണിറ്ററി ഫിനോമിനൻ. അത് ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്? മോണിറ്ററിസ്റ്റുകളാണ്. അപ്പോൾ മോണിറ്ററിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ എല്ലാം എന്താണ്? ഒരു മോണിറ്ററി ഫിനോമിനൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആ മോണിറ്ററി ഫിനോമിനൻ ഒക്കർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് മോണിറ്ററിസ്റ്റുകളുടെ വാദം. പക്ഷെ കെയ്നീഷ്യൻസിനെ നോക്കാം. കെയ്നീഷ്യൻസ് പറയുന്നത് ദർ ഇസ് എനി ലിങ്ക് ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് പ്രൈസ് ലെവൽ എന്നുള്ളതാണ്. മണി സപ്ലൈ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണല്ലോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവലാണ് ഇൻഫ്ലേഷനിലേക്ക് ഇടയിക്കുന്നത്. പക്ഷെ മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ ഒരു റിലേഷനുമില്ല, ഒരു ലിങ്കുമില്ല. അല്ലെങ്കിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന് കാരണം മണി സപ്ലൈ അല്ല. മണി സപ്ലൈ എന്ത് ചെയ്യുന്നില്ല? ഒരു മാറ്റവും വരുന്നില്ല. മണി സപ്ലൈ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നാൽ പോലും ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുമെന്നുള്ളതാണ് ആരുടെ വാദം? കെയ്നീഷ്യൻസിന്റെ വാദം. അക്കോർഡിംഗ് ടു കെയ്നീഷ്യൻസ് എന്താണ് പറയുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാവുന്ന റൈസസ് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്, ടാക്സസ്, ഇതുപോലുള്ള കൊമ്പോണൻസിൽ, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കൊമ്പോണൻസിൽ വരുന്ന മാറ്റമാണ് ഏതിലേക്ക് നയിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ആരുടെ വാദം? നമ്മുടെ കെയ്നീഷ്യൻസിന്റെ വാദം. അപ്പോൾ ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് കെയ്നീഷ്യന്റെയും ക്ലാസിക്കൽസിന്റെയും മോണിറ്ററിസ്റ്റുകളുടെയും വാദം. മോണിറ്ററിസ്റ്റുകളും ക്ലാസിക്കലിസ്റ്റുകളും ഒരുപോലെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ തീരുമാനിക്കുന്നത്. എക്സ്പെഷ്യലി മണി സപ്ലൈയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്, എക്കോണമിയിലെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് അവിടുത്തെ മണി സപ്ലൈ എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റുകളുടെയും മോണിറ്ററിസ്റ്റുകളുടെയും വാദം. മോണിറ്ററിസ്റ്റുകൾ പറയുന്നുണ്ട് ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവരിവെയർ എ മോണിറ്ററി ഫിനോമിനൻ എന്നുള്ളത്. ഇനി കെയ്നീഷ്യൻസോ അറ്റ് ദ സെയിം ടൈം കെയ്നീഷ്യൻസ് പറയുന്നത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കൺസംഷന്, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട്, ഇതുപോലുള്ള ഫാക്ടേഴ്സ് ആണ്, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണൻസ് ആണ് എന്തിലേക്ക് നയിപ്പിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് നയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആരുടെ വാദം? നമ്മുടെ കെയ്നീഷ്യൻസിന്റെ വാദം. ഇവിടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ ഗ്രാഫിക്കലി അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഉണ്ട്, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഉണ്ട്. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടെ എവിടെയാണോ ടാൻജന്റ് ചെയ്യുന്നത്, എവിടെയാണോ ഒന്നിക്കുന്നത്, ആ സമയത്താണ് എന്ത് തീരുമാനിക്കപ്പെടുന്നത്? ഇക്കോണമിയിൽ പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്, കമ്മോഡിറ്റിയുടെ പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്. ഇത് നോക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നോക്കുക. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താണ്? AD1 ആൻഡ് AD2 അല്ല, ഇത് രണ്ടും എന്താണ്? നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതേസമയം AS കർവ് നോക്കുക, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് നോക്കുക. ഇവിടെയാണ് ഫുൾ എംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത്. ഈ ഫുൾ എംപ്ലോയ്മെന്റ് വരെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പിംഗ് ആയിരുന്നു അല്ലെ. അപ്വേർഡ് സ്ലോപ്പിംഗ് ഓർ പോസിറ്റീവ് സ്ലോപ്പിംഗ് ആയിരുന്നു. ഏതുവരെ? ഫുൾ എംപ്ലോയ്മെന്റ് വരെ എന്തായിരുന്നു? അപ്വേർഡ് സ്ലോപ്പിംഗ് ഓർ പോസിറ്റീവ് സ്ലോപ്പിംഗ് ആയിരുന്നു. ഫുൾ എംപ്ലോയ്മെന്റിന് ശേഷം അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ഫുൾ എംപ്ലോയ്മെന്റിന് ശേഷം അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, AS കർവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് ഫുൾ എംപ്ലോയ്മെന്റിന് ശേഷം ആര് പോകുന്നത്? അഗ്രിഗേറ്റ് സപ്ലൈ കർവ് പോകുന്നത്.
ഇനി ഇനീഷ്യൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താണ്? AD1 ആണ്. AD1 ഈസ് ദി ഇനീഷ്യൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഇനി ഈ AD1ഉം ASഉം കൂടെ ടാൻജൻറ്റ് ചെയ്യുന്നത് E1 എന്ന് പറയുന്ന പോയിന്റിൽ, അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിൽ അല്ലേ, E1 എന്ന് പറയുന്ന പോയിന്റിലാണ്. E1 എന്ന് പറയുന്ന പോയിന്റിലാണ് AD1ഉം ASഉം കൂടെ ഇനീഷ്യലി ടാൻജൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൈസ് ഡീറ്റെയിൽ നമുക്കറിയാം. AD1ഉം ASഉം ADയും ASഉം കൂടെ ടാൻജൻറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് തീരുമാനിക്കപ്പെടുന്നത്? പ്രൈസ് ലെവൽ, ഇക്കോണമിയിലെ കമ്മോഡിറ്റിയുടെ പ്രൈസ് ലെവൽ തീരുമാനിക്കപ്പെടുന്നത്. ഇങ്ങനെ AD1ഉം ASഉം കൂടെ ടാൻജൻറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ എന്ത് തീരുമാനിക്കപ്പെടുന്നു? പ്രൈസ് തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രൈസ് എത്രയാണ്? OP1 ആണ് അല്ലേ. AD1ഉം ASഉം കൂടെ തീരുമാനിച്ച പ്രൈസ് എത്രയാണ്? OP1 ആണ്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും, അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. AD2 ആയിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് AS E2 എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് തീരുമാനിക്കപ്പെടുന്നത്? നമ്മുടെ പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്. ASഉം AD2ഉം കൂടെ ടാൻജൻറ്റ് ചെയ്യുന്നത് E2ലാണ്. ആ സമയത്ത് പ്രൈസ് എന്ത് ചെയ്യും? ഫുൾ എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നത്. പക്ഷെ പ്രൈസിൽ എന്ത് സംഭവിക്കും? OP2 ആയിട്ട് റൈസ് ചെയ്യും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയാൽ പ്രൈസ് OP2 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ an increase in aggregate demand at the full employment stage leads to an increase in price level only rather than level of output. ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ് ഒരു ഇക്കോണമി നിലനിൽക്കുന്നത്. ആ സമയത്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വർധനവുണ്ടാകുന്നത്. ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നും മാറുന്നില്ല. ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിൽ തന്നെ സ്ഥിരമായി നിലനിൽക്കുകയാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അഗ്രിഗേറ്റ് സപ്ലൈയിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താനാവില്ല. അല്ലെങ്കിൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഫുൾ എംപ്ലോയ്മെൻറ്റിൽ ഒരു ഇക്കോണമി നിലനിൽക്കുമ്പോൾ ആ സമയത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ പിന്നെ എന്തിനേ വഴിയുള്ളൂ? പ്രൈസ് ലെവൽ കൂടാനേ വഴിയുള്ളൂ. പക്ഷെ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലോ സപ്ലൈ ഓഫ് ഗുഡ്സിലോ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. ഒരു എക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിലനിൽക്കുമ്പോൾ AD അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തേ സംഭവിക്കുകയുള്ളൂ? പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയേ സംഭവിക്കുകയുള്ളൂ. ഇങ്ങനെ ഇൻക്രീസിങ് പ്രൈസസിൻ്റെ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ തോത് ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? AS കർവിൻ്റെ സ്ലോപ്പാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. AS കർവിൻ്റെ സ്ലോപ്പിൻ്റെ ബേസിലായിരിക്കും എത്രത്തോളമായിരിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും തോറും എത്രത്തോളമായിരിക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആരാണ്? AS കർവിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഇതിൽ നിന്നും എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ്റെ കോസസ്, മോണിറ്ററിസ്റ്റുകൾ എന്താണ് പറയുന്നത്, ക്ലാസിക്കലിസ്റ്റ് എന്താണ് പറയുന്നത്, കെയ്നീഷ്യൻസ് എന്താണ് പറയുന്നത്, ഇത് എന്താ ചെയ്യുക? മനസ്സിലാക്കിയിട്ട് വെക്കണം. ഇത് നമ്മളോട് തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മോണിറ്ററിസ്റ്റുകളുടെ വാദം അല്ലേ, മണി ഈസ് മാറ്റർ എന്നുള്ളതാണ് ആര് പറയുന്നത്? മോണിറ്ററിസ്റ്റുകൾ പറയുന്നത്. ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവരിവെയർ എൻ മോണിറ്ററി ഫിനോമിനൻ. അതുപോലെ തന്നെ മണി ഈസ് മാറ്റർ, മണിയാണ് കാര്യം, മണിയിലുള്ള വ്യത്യാസമാണ് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മോണിറ്ററിസ്റ്റുകളുടെ വാദം. അപ്പോൾ മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് മോണിറ്ററിസ്റ്റുകളും ക്ലാസിക്കലിസ്റ്റുകളും പറയുന്നത്. പക്ഷേ കെയ്നീഷ്യൻസ് പറയുന്നത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇതെന്താ ചെയ്യുക? മനസ്സിലാക്കിയിട്ട് വെക്കുക. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണ്? അഗ്രിഗേറ്റ് സപ്ലൈയുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയായിരുന്നു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ അതേസമയം അഗ്രിഗേറ്റ് സപ്ലൈയും എന്തും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അഗ്രിഗേറ്റ് സപ്ലൈ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷനാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആയിരുന്നു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇനിയും മറ്റു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിൽ നിന്നും വിപരീതമായിട്ട് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് CPIക്ക് കാരണം. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ തിയറിക്ക് കാരണമായിട്ടുള്ളത്. നോൺ മോണിറ്ററി ഫാക്ടേഴ്സിലെ ചേഞ്ചസ് കൊണ്ടാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ
സംഭവിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം? റൈസ് ഇൻ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെ, അല്ലെങ്കിൽ ഓർ ഇൻക്രീസ് ഇൻ വേജസ്. റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ്, വേജിൽ വരുന്ന ഇൻക്രീസ്, ഇവയെല്ലാം എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലേക്ക്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക്, പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഇൻക്രീസിലേക്ക് ലീഡ് ചെയ്യിക്കും. ഇത് താനെ പ്രോഡക്റ്റിന്റെ പ്രൈസിലേക്ക് അഫക്ട് ചെയ്യുകയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വേജ് ഇൻക്രീസ് ചെയ്താൽ വർക്കറുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. വേജ് ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയും, കൂടുതൽ വേജ് കിട്ടുമ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയും അങ്ങനെ വർക്കറുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ, വേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ത് സംഭവിക്കും? ഷിഫ്റ്റ് ടു ദി റൈറ്റ് അല്ലെ, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ഒരു ഇൻക്രീസ് ഇൻ വേജസിന്റെ കാരണമായിട്ട് പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാവില്ല? ഇൻഫ്ലേഷൻ കറക്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു അസംഷൻ ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത് വേജ് കൂടുന്തോറും പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല, പ്രൊഡക്ടിവിറ്റി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ വേജ് കൂടുന്നു അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുന്നു, അതിന്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു, പ്രൈസസ് ഓഫ് ദി പ്രോഡക്ട്സ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു. ഇത് താനെ കണ്ടിന്യൂസ് പ്രൈസ് റൈസ് ഉണ്ടാകുമ്പോൾ എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയുണ്ട് ഇൻഫ്ലേഷനാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി അനലൈസ് ചെയ്യാം. വേജസ് റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, വേജ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അത് എന്തിനെ അഫക്ട് ചെയ്യും? ആ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ അഫക്ട് ചെയ്യും അല്ലെ. ഈ കോസ്റ്റ് ആ ഒരു പ്രൊഡ്യൂസർക്ക് ഈ ഒരു കോസ്റ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്? റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കോസ്റ്റ് ഇൻക്രീസിങ് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈസ് റൈസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രൈസിൽ, പ്രോഡക്റ്റിന്റെ പ്രൈസിൽ നിന്നുമാണ് ആ കോസ്റ്റ് റൈസ് ചെയ്യുന്നത്. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, വേജ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുന്നു. റൈസിങ് പ്രൈസ് എഗെയിൻ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യാണ്? പ്രൈസ് കൂടി അല്ലെ. ആദ്യം വേജ് കൂടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി, ദെൻ പ്രൈസ് കൂടി. ഇങ്ങനെ പ്രൈസ് കൂടിയപ്പോൾ വീണ്ടും ലേബർ യൂണിയൻസ് എന്ത് ചെയ്യും? ഹയർ വേജിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യും. വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇത് നമുക്കൊരു ഗ്രാഫിന്റെ സഹായത്തോട് കൂടിയിട്ട് കാണാം. എക്സ് ആക്സിസിൽ നാഷണൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ പ്രൈസ് ലെവലുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഇവിടെ യാതൊരു മാറ്റവും വരുന്നില്ല. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിലായിരുന്നു ഷിഫ്റ്റ് സംഭവിച്ചിരുന്നത്. പക്ഷെ ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവിലുള്ള ഷിഫ്റ്റ് കാരണമാണ്. ഇവിടെ AS1 എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ സപ്ലൈ കർവ് അല്ലെ, നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് AS1. ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ്, YF ആണ് ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തുന്നത് വരെ AS കർവ് എന്തായിരിക്കും? പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും അല്ലെ. ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തിയാലോ ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് മാറും അല്ലെ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ട് മാറും, അല്ലെങ്കിൽ വേർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറും. അപ്പോൾ AS1 ആണ് ഇനീഷ്യൽ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. AS1. ഈ AD1 ആണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. AS1ഉം AD1ഉം ടാൻജന്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് തീരുമാനിക്കപ്പെടുന്നത്? നമ്മുടെ പ്രൈസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ADയുടെയും AS1ന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് എന്താണ്? E1 ആണ്. അപ്പോൾ E1 ആണ് എന്ത്? അഗ്രിഗേറ്റ് സപ്ലൈ കർവിന്റെയും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസ് എന്താണ്? OP1 ആണ്. OP1 ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? അഗ്രിഗേറ്റ് സപ്ലൈ കർവിൽ ചേഞ്ചസ് സംഭവിക്കുകയാണ്, ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? AS2 ആയിട്ട് മാറും. AS1ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ഷിഫ്റ്റ് ചെയ്യും? അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. AS2 ആയിട്ട് സപ്ലൈ കർവ് മാറുന്നു. ഈ AS2ഉം AD1ഉം E2 എന്ന് പറയുന്ന പോയിന്റിൽ
എന്ത് ചെയ്യുന്നു, ടാൻജന്റ് ചെയ്യുന്നു. OP2 എന്ന് പറയുന്ന ഹയർ പ്രൈസ് അവിടെ മാർക്കറ്റിൽ നിലനിൽക്കുന്നു. OP2 എന്ന് പറയുന്ന ഒരു ഹയർ പ്രൈസ് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. ഇനി ഇവിടെ നോക്കുക, E2 എന്ന് പറയുന്ന പോയിന്റിൽ OP2 എന്ന് പറയുന്ന ഹയർ പ്രൈസ് ആണ് നിലനിൽക്കുന്നത്. പക്ഷെ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലല്ല ആ ഒരു ഇക്കോണമി നിലനിൽക്കുന്നത്. YF ആണ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ. അതിൽ നിന്നും കുറഞ്ഞ ഒരു ഔട്ട്പുട്ട് Y2 ഔട്ട്പുട്ട് മാത്രമാണ് ഇക്കോണമിയിൽ ഉള്ളത്. ഇനി വീണ്ടും അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്ത് ചെയ്യാണ്, എഗെയിൻ ഷിഫ്റ്റ് ചെയ്യാണ്, ലെഫ്റ്റിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ്. AS3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ ADയും ASും കൂടെ E3 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നു. OP3 എന്ന് പറയുന്ന ഹയർ ഔട്ട്പുട്ട്, ഹയർ പ്രൈസ് അവിടെ തീരുമാനിക്കപ്പെടുന്നു. ഇനി എന്ത് ചെയ്യപ്പെടുന്നു, ഔട്ട്പുട്ടും വീണ്ടും കുറഞ്ഞു വരുന്നു അല്ലെ. OY3 ആയിട്ട് വീണ്ടും ഔട്ട്പുട്ട് കുറയുന്നു. ഇത് ഫുൾ എംപ്ലോയ്മെന്റിന്റെ താഴെയായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻഫ്ലേഷൻ, ഫുൾ എംപ്ലോയ്മെന്റ് സംഭവിക്കാതെ, ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കാതെ ഹയർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വലിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇൻഫ്ലേഷന്റെ ഇഫക്ട്സ് ആണ്. ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ, എന്തെല്ലാം ഇഫക്ട്സ് ആണ് ഇൻഫ്ലേഷൻ ഉള്ളത് നമുക്കറിയാം. ആസ് എ ബയർ, ഒരു ബയർ എന്താണ് എപ്പോഴും വാണ്ട് ചെയ്യുക, അവരെ വാങ്ങിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസസ് ലോ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ റിമെയിൻ സ്റ്റേബിൾ ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഒരു ബയറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഒരു സെല്ലർ എക്സ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം സെയിൽസ് നടത്തുന്ന അദ്ദേഹത്തിന്റെ ഗുഡ്സിന്റെ പ്രൈസ് ആൻഡ് സർവീസസ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യണം, എപ്പോഴും ഗോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഉയർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് സെല്ലറുടെ ഭാഗത്തു നിന്നുള്ള വാദം. അപ്പോൾ ഇങ്ങനെ പ്രൈസ് കൂടിയാലും പ്രൈസ് കുറഞ്ഞാലും അതിനും അതിൻ്റെതായിട്ടുള്ള ഗെയിനേഴ്സും ലോസേഴ്സും ഉണ്ടായിരിക്കും അല്ലെ. പ്രൈസ് കൂടിയാൽ ബയറെ സംബന്ധിച്ച് അത് ലോസറാണ്. പക്ഷെ പ്രൈസ് കൂടുമ്പോൾ ബയർ ലോസറായിട്ടും സപ്ലയർ അല്ലെങ്കിൽ സെല്ലർ ഗെയിനറായിട്ടും മാറും. ഇനി പ്രൈസ് കുറഞ്ഞാലോ ബയർ ഗെയിനറായിട്ടും സപ്ലയർ അല്ലെങ്കിൽ സെല്ലർ ലോസറായിട്ടും മാറും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻഫ്ലേഷനെ അപ്പോൾ രണ്ട് രീതിയിലും ബാധിക്കുന്നുണ്ട് അല്ലെ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ബയേഴ്സിനെ സംബന്ധിച്ചും സെല്ലേഴ്സിനെയൊക്കെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇൻഫ്ലേഷനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ ഈ ഇൻഫ്ലേഷനെ എന്ത് ചെയ്യാം, ചില സമയത്ത് ഈ ഇൻഫ്ലേഷൻ നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് ആയിരിക്കും, ചില സമയത്ത് അൺആൻറ്റിസിപ്പേറ്റഡ് ആയിരിക്കും. ഇൻഫ്ലേഷൻ ആൻറ്റിസിപ്പേറ്റഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ബയർ ആവട്ടെ സെല്ലർ ആവട്ടെ ഏതൊരു വ്യക്തി ആവട്ടെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനാവും അല്ലെ. ആ ഒരു ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഇത്രത്തോളം ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും, ഒരു വ്യക്തിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്, അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ കഴിയും. പക്ഷെ മിക്ക സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാനാവില്ല, ഇൻഫ്ലേഷനെ പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ മുൻകൂട്ടി കാണാനാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, കഴിയാത്ത സന്ദർഭത്തിൽ നമ്മുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും, വലിയൊരു ഇഫക്റ്റ് ആയിരിക്കും പീപ്പിളിനെ സംബന്ധിച്ച്, ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. കാരണം അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്റ്റ് വളരെ വലുതായിരിക്കും. ഇങ്ങനെ അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് മെയിൻലി 2 ഇഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് മുൻകൂട്ടി, ഒരു ഫേമിനാവട്ടെ ഒരു വ്യക്തിക്കാവട്ടെ മുൻകൂട്ടി ഇൻഫ്ലേഷനെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മെയിൻലി 2 ഇഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ്? ഇഫക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അത് എന്ത് സ്വാധീനിക്കും, ഈ ഇൻഫ്ലേഷൻ സ്വാധീനിക്കും. ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷനെ ഈ ഒരു ഇൻഫ്ലേഷൻ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ സ്വാധീനിക്കും. ദെൻ സെക്കൻഡ് വൺ, ഇഫക്റ്റ് ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ സ്വാധീനിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷനെ ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻഫ്ലേഷൻ്റെ സമയത്ത് അല്ലെ, പ്രൈസസ് ഹൈ ചെയ്യുന്നൊരു സമയമാണല്ലേ.
ചിലരെ സംബന്ധിച്ച് എന്തായിരിക്കും, ഹയർ ഇൻകം ആയിരിക്കും അവർ ഏൺ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ സമയത്ത് ചിലർക്ക് ഹയർ ഇൻകം കിട്ടും, പക്ഷെ ചിലരെ സംബന്ധിച്ച് എന്താണ്, അത് ലോസ് ആയിട്ട് മാറും. ഇപ്പം ഹൈ പ്രൈസസ് ആയിരിക്കുമ്പോൾ ചിലർക്ക് ഇൻകം കൂടുതലായിരിക്കും, പ്രൈസ് കൂടിയതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ഇൻകം അവരുടെ കയ്യിൽ വരും. ചിലരെ സംബന്ധിച്ച് അവരുടെ ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ ചിലർ എന്തായിരിക്കും, ഗെയിനേഴ്സ് ആയിരിക്കും, ചിലർ ലോസേഴ്സ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, ഒരു സെയിൽ നടത്തുന്ന ഒരു സെല്ലറെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ഇൻകം എന്ന് പറയുന്നത് പ്രൈസ് ഹൈക്കിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഫ്ലേഷൻ അവരെ സംബന്ധിച്ച് എന്തായിരിക്കും, അവരെ സംബന്ധിച്ച് ഗെയിൻ ആയിരിക്കും അല്ലേ. ഇനി അതേസമയം ഒരു കാഷ്വൽ വർക്കറെ സംബന്ധിച്ച് അവർക്ക് ഇൻഫ്ലേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, മാത്രമല്ല അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഈ പ്രൈസിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ പ്രൈസ് ഹൈക്കിനെ മറികടക്കാൻ ഇവരുടെ ഇൻകത്തിന് കഴിയുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കാം, ഇത് ലോസ് ആയിട്ടും ഈ ഒരു കാഷ്വൽ വർക്കറെ അഫക്റ്റ് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലാണ് ഇൻഫ്ലേഷൻ സമയത്ത് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ ഇൻകം പ്രൈസ് ഹൈക്കിനേക്കാൾ കൂടുതലായിരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും, പ്രൈസ് ഹൈക്ക് ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെ ചിലർ ഗെയിനേഴ്സ് ആവാം, ചിലർ ലോസേഴ്സ് ആവാം. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഇൻകവും വെൽത്തും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇൻകവും വെൽത്തും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻകവും വെൽത്തും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസ് നോക്കാം. ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിലായാൽ ഇൻഫ്ലേഷൻ സമയത്ത് അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ വന്നാലും അവർക്ക് അവിടെ അവരുടെ ബിസിനസ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതായത് ഹയർ പ്രൈസസ്, അവരുടെ പ്രോഡക്റ്റിന് ഹയർ പ്രൈസസ് വരും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് എന്താണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ അവർ ഗെയിനേഴ്സ് ആയിട്ട് മാറും. ഇൻവെസ്റ്റേഴ്സ് എന്താണ്, ഗെയിനേഴ്സ് ആണ്. ഇനി അതേസമയം സാലറീഡ് പീപ്പിളുടെയും അല്ലെങ്കിൽ വേജ് ഏണേഴ്സിൻ്റെയും കാര്യം നോക്കാം. ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടുന്ന, ഫിക്സ്ഡ് ആയിട്ടുള്ള വേജ് കിട്ടുന്ന ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ അവരെന്ത് ചെയ്യും, നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുക. കാരണം ഈ വേജ് ചേഞ്ച് ചെയ്യുന്നിടയിൽ ഒരു ടൈം ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഫ്ലേഷൻ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനാവില്ല, വേജ് ഇൻക്രീസ് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഫിക്സ്ഡ് സാലറീഡ് പേഴ്സൺസിന് ഈ ഒരു ഈ ഒരു പ്രൈസ് ഹൈക്കിനെ മറികടക്കാനാവില്ല. അവരുടെ പർച്ചേസിങ് പവർ കുറയുകയും അവരുടെ റിയൽ ഇൻകം കുറയുകയും അത്തരത്തിലൊരു നെഗറ്റീവ് ആര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, സാലറീഡ് പീപ്പിളും വേജ് ഏണേഴ്സും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കേസിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ്, പ്രോഫിറ്റബിൾ ആണ്, ഗെയിനേഴ്സ് ആണ്. അതേസമയം സാലറീഡ് പീപ്പിളും വേജ് ഏണേഴ്സും എന്താണ്, അവർ നെഗറ്റീവായിട്ടാണ് അല്ലെങ്കിൽ ലോസേഴ്സ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനി പ്രോഫിറ്റ് ഏണേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റേഴ്സിൻ്റെ കാര്യം നോക്കാം. സ്പെക്കുലേറ്റേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, പ്രോഫിറ്റ് ഏണേഴ്സ് നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷനിൽ നിന്നും ഗെയിൻ ആണ് ഉണ്ടാകുന്നത്. കാരണം അവരുടെ പ്രോഡക്റ്റിന് നല്ലൊരു പ്രൈസ് കിട്ടുകയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം സ്പെക്കുലേറ്റേഴ്സ് ഡീലിംഗ് ഇൻ ബിസിനസ് ഇൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് യൂഷ്വലി സ്റ്റാൻഡ് ടു ഗെയിൻ ബൈ ഇൻഫ്ലേഷൻ. പ്രോഫിറ്റ് ഏണേഴ്സിൻ്റെ പോലെ തന്നെ സ്പെക്കുലേറ്റേഴ്സും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ സമയത്ത് ഗെയിന് സംഭവിക്കുന്നുണ്ട്. ബ്ലാക്ക് മാർക്കറ്റേഴ്സും എന്ത് തന്നെയാണ്, ബെനിഫിറ്റ് ആണ്. അപ്പോൾ ചിലരെ അത് എന്തായിട്ട് ബാധിക്കുന്നുണ്ട്, നല്ല രീതിയിലും പോസിറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് അത് നല്ലൊരു ഗെയിൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മറ്റുള്ളവർ എന്തായിട്ട് മാറുന്നുണ്ട്, ലോസേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെ പലരും എല്ലാവരും ഗെയിനേഴ്സ് അല്ല. പലരും നല്ല ഒരാളുടെ ഗെയിനിൽ നിന്നും മറ്റൊരാൾ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരാളുടെ ലോസിൽ നിന്നും മറ്റൊരാൾ ഗെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകത്തെ എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ റിച്ചർ എപ്പോഴും റിച്ചറായിട്ടും പുവർ എപ്പോഴും പുവറായിട്ടും തുടരും. ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഇൻഫ്ലേഷൻ, അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ലോസസും വിൻസും അല്ലെങ്കിൽ ഗെയിൻസും എന്ന് പറയുന്നത് പലരെയും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യപ്പെടേണ്ടത്, ഇതിൻ്റെ ഒരു ഇഫക്റ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇൻകവും വെൽത്തും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫ്ലേഷൻ ആൻറ്റിസിപ്പേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, മുൻകൂട്ടി കാണാൻ കഴിയുന്നതാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു പുവർ ബിക്കം പുവർ എന്നും റിച്ചർ ബിക്കം റിച്ചർ എന്നും പറയുന്ന ഈ ഒരു ലോസേഴ്സിൻ്റെയും ഗെയിനേഴ്സിൻ്റെയും ആ ഒരു ഇൻറ്റൻസിറ്റിയെ മിനിമൈസ് ചെയ്യാനാവുമായിരുന്നു, മിനിമൽ ലെവലിലേക്ക് കൊണ്ടുവരാനാവുമായിരുന്നു. എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ, ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ലോസിനെയും ഒരു ഗെയിനിനെയും എന്ത് ചെയ്യപ്പെടുമായിരുന്നു, അഡ്ജസ്റ്റബിൾ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇങ്ങനെ അൺആൻറ്റിസിപ്പേറ്റഡ് ആയത് കാരണം എന്ത് സംഭവിക്കുന്നു, ഗെയിനേഴ്സിന് വലിയ നേട്ടവും
ലോസസിന് വലിയ നഷ്ടവും അവിടെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോസിൽ നിന്നുമാണ് ഗെയിനേഴ്സ് എന്ത് ചെയ്യുന്നത്, ഗെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകവും വെൽത്തും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇഫക്റ്റ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിനും പ്രൊഡക്ഷനിലും എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻഫ്ലേഷന് എല്ലായ്പ്പോഴും ഒരേ റിസൾട്ടാണ് ഔട്ട്പുട്ടിൽ എന്ന് പറയാനാവില്ല. ചില സമയത്ത് ഇൻഫ്ലേഷൻ സമയത്ത് ഔട്ട്പുട്ട് കൂടാം കുറയാം, രണ്ട് സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റേജിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിന് താഴെയാണ് നിലനിൽക്കുന്നത്, ആ സമയത്താണ് ഇൻഫ്ലേഷൻ വന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷനെ ഫേവറബിൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഫുൾ എംപ്ലോയ്മെൻറ്റിന് മുമ്പ് വരുന്ന ഇൻഫ്ലേഷൻ പ്രൊഡക്ഷനെ ഫേവറബിൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, റൈസിങ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ലെവലാണ് അല്ലേ. പ്രൈസ് കൂടുന്തോറും എന്ത് ചെയ്യപ്പെടും, പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് എന്താണ്, അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിക്കൊണ്ട് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള, അവരുടെ വോളിയം ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു വഴിയാണെന്ത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടും തോറും, പ്രോഫിറ്റ് എങ്ങനെയാണ്, അവർ ഇൻഫ്ലേഷൻ സമയമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാം, അവർക്ക് റൈസ് ചെയ്യാം, അവർക്ക് ഉയർത്താം അല്ലേ. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ വോളിയം ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റൈസിങ് പ്രൈസും റൈസിങ് പ്രോഫിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ. മാർക്കറ്റിൽ ഹയർ പ്രൈസാണ് നിലനിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിനെല്ലാം എന്ത് കിട്ടുന്നുണ്ട്, ഹയർ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, മുന്നിലേക്ക് വരും അല്ലേ. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, മൾട്ടിപ്ലയർ ഇഫക്റ്റിൽ ഇൻക്രീസ് സംഭവിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും അതിൻ്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റിലാണ് നാഷണൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫേവറബിൾ ഇഫക്റ്റ് എല്ലായ്പ്പോഴും നിലനിൽക്കണമെന്നില്ല. ഇതൊരു പെർമനൻ്റ് കണ്ടീഷൻ അല്ല, ഇതൊരു ടെമ്പററി കണ്ടീഷനാണ്. കാരണം വേജിലും പ്രൊഡക്ഷൻ കോസ്റ്റിലും അവിടെ മാറ്റങ്ങൾ വരാം. വേജും പ്രൊഡക്ഷൻ കോസ്റ്റും എന്ത് ചെയ്യാം, ഇൻക്രീസിങ് സംഭവിക്കാം. അപ്പോൾ അതേസമയം ഈ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല. വേജും പ്രൊഡക്ഷൻ കോസ്റ്റും മാറ്റമില്ലാതെ തുടർന്നിട്ട് പ്രൈസ് ഹയർ ആവുന്ന സമയത്ത് മാത്രമേ ഇത്തരത്തിലൊരു ഹയർ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ ആർക്ക് കഴിയൂ, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് കഴിയും. പക്ഷേ എപ്പോഴാണോ വേജും പ്രൊഡക്ഷൻ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നത്, വേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യാനാവില്ല, ഹയർ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയതിൻ്റെ ഭാഗമായിട്ട് വേജ് കൂടുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കാം, ഔട്ട്പുട്ടിന് നെഗറ്റീവായിട്ട് ഫോൾ ഇൻ ഔട്ട്പുട്ടും ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഔട്ട്പുട്ടും പ്രൈസും തമ്മിലൊരു സ്ട്രിക്റ്റ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാനാവില്ല. ഔട്ട്പുട്ടും പ്രൈസും തമ്മിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് റിലേഷൻ എപ്പോഴും നിലനിൽക്കില്ല. കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയാൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യേണ്ടി വരും, പ്രൈസ് കൂടുകയും ഔട്ട്പുട്ട് കൂടുകയും ചെയ്യും. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ആളുകളുടെ ഡിമാൻഡ് എന്ത് ചെയ്യപ്പെടാണ്, കൂടുകയാണ്. ആ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടും അല്ലേ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കും, അങ്ങനെ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രൈസും ഹൈ ആയിരിക്കും, ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. പക്ഷെ ഒരു സപ്ലൈ ഷോക്കാണ് അവിടെ നിലനിൽക്കുന്നത്. സപ്ലൈ എന്ത് ചെയ്യില്ല, അവിടെ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. സപ്ലൈ അവിടെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പ്രൈസിനെ റൈസ് ചെയ്യും. പക്ഷെ അതേസമയം ലോവർ ഔട്ട്പുട്ട് ലോവർ ചെയ്യും. സപ്ലൈ ഷോക്ക് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ലോവർ ആയിരിക്കും, പ്രൈസ് റൈസ് ആയിരിക്കും. ഇവിടെ പ്രൈസ് റൈസ് ആയിരിക്കും, ഔട്ട്പുട്ട് ലോവർ ആയിരിക്കും. ഇവിടെ നോക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രൈസും ഔട്ട്പുട്ടും ഹയർ ആയിരിക്കും അല്ലേ. ഇനി ചില സമയത്ത് ഇൻഫ്ലേഷൻ ടെൻഡൻസീസ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാണ്, ഇതേ ഇൻഫ്ലേഷൻ ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്തു പോകും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഫ്യൂച്ചറിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഹയർ ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ പീപ്പിൾ എന്ത് ചെയ്യും, അവരുടെ ഇൻകത്തിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ കൺസ്യൂം ചെയ്യും. അവർ സേവിങ്സ് നടത്തുന്നത് വളരെ തുച്ഛമായിരിക്കും. അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ തന്നെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ സേവനങ്ങൾ അവർ പർച്ചേസ് ചെയ്യും. കാരണം എന്താണ്, ഭാവിയിൽ ഇനിയും ഇതിൽ കൂടുതലായിരിക്കും സാധന സേവനങ്ങൾ
സാധനങ്ങളുടെ പ്രൈസ് എന്ന് കണ്ടിട്ട് അവരെന്ത് ചെയ്യും, കൂടുതൽ കൺസ്യൂം ചെയ്യുകയും സേവ് ചെയ്യുന്നതിൻ്റെ തോത് വളരെയേറെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇവരുടെ കൺസ്യൂമേഴ്സിൻ്റെ ബേസിൽ അവരിപ്പോൾ എന്ത് ചെയ്യാണ്, കൺസ്യൂം ചെയ്യാണ്. ഭാവിയിൽ എന്ത് ചെയ്യാം, അവരുടെ കൺസംഷൻ കുറയാം. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ നടക്കുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യപ്പെടുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല. ബിസിനസ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ്, ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻ ആണ്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീപ്പിളിൻ്റെ ഇടയിലൊക്കെ ഇൻഡിവിജ്വൽസിൻ്റെ മൈൻഡ് എല്ലാം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മാറുന്നുണ്ട്. അവർ ഭാവിയിലും ഈ ഒരു ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇൻകം മൊത്തം അവരെന്ത് ചെയ്യാണ്, കറൻലി ചിലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഡിമാൻഡ് വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നിർത്തിവെക്കും. അല്ലെങ്കിൽ അവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും നിലനിൽക്കുന്നില്ല. അങ്ങനെ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, ഒരു വലിയൊരു റിസ്ക് എലമെൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് മേലെ ചാർത്തുന്നുണ്ട്. കാരണം ഭാവിയിലെ ഡിമാൻഡിനെ സംബന്ധിച്ച്, അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചൊക്കെ ഒരു വലിയൊരു റിസ്ക് എലമെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടാവുന്നില്ല. ബിസിനസ്സൊക്കെ ഡള്ളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അഡ്വേഴ്സ്ലി ഇക്കണോമിയുടെ ഗ്രോത്ത് പെർഫോമൻസിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും. ഇക്കോണമിയുടെ ഗ്രോത്ത് പെർഫോമൻസിനെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, അൺസർട്ടനിറ്റി സിറ്റുവേഷൻ എന്ത് ചെയ്യും, അഡ്വേഴ്സ് ആയിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. വളരെ മൈൽഡ് ആയിട്ടുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷനാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇക്കോണമീനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ഇക്കണോമിക് ഗ്രോത്തിന് നെസസറി ആണെന്നുള്ളത് കൂടെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞപ്പോൾ മൈൽഡ് ഇൻഫ്ലേഷനോ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ സ്ലൈറ്റ് ഡോസ് ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇക്കണോമിക് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മുടെ വെറൈറ്റി ഓഫ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഹൈപ്പർ ഇൻഫ്ലേഷൻ പോലുള്ള ഇൻഫ്ലേഷൻസ് ആണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇക്കണോമിക് ഗ്രോത്തിനെ ലോങ് റണ്ണിൽ തന്നെ അഫക്റ്റ് ചെയ്യുകയും അത് സേവിങ്സിനെ ഡിസ്കറേജ് ചെയ്യുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ ഡിസ്കറേജ് ചെയ്യുകയും ഇക്കണോമിക് ഗ്രോത്തിനെ തന്നെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും.